വ്യസന സമേതം ബന്ധുമിത്രാദികൾ. റൈറ്റർ ഡയറക്ടർ എസ് വിപിൻ. നമ്മുടെ വാഴയുടെ പ്രൊഡ്യൂസേഴ്സാണ് ആക്ച്വലി ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വിപിൻ ദാസ് നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ ജയ പുള്ളി ഒരു വൺ ഓഫ് ദ പ്രൊഡ്യൂസറാണ് ഈ സിനിമേൻ്റെ അകത്ത്. സ്റ്റാറിങ് ജോമോൻ ജ്യോതിർ, സിജു സണ്ണി, അരുൺ കുമാർ, നമ്മുടെ ബാലതാരമായിട്ട് വന്നിട്ടുള്ള അരുൺ കുമാർ, പിന്നെ നോബി, അതുപോലെ തന്നെ മല്ലിക സുകുമാരൻ, ബൈജു, അനശ്വര രാജൻ. അങ്ങനെ നമ്മളെ പുതിയ കുറേ ആൾക്കാർ, അതായത് പുതിയ ഒരു സെറ്റ് ഓഫ് പീപ്പിൾ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു കോമഡി, എന്താ പറയുക, കോമഡി ശ്രമമാണ് ആക്ച്വലി വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന സമയത്ത്. ഒരു മരണ വീട്ടിൽ നടക്കുന്ന ഒരു രസമുള്ള ഒരു ത്രെഡ്, അത് വളരെ ഭംഗിയായിട്ട് ആക്ച്വലി പോർട്രേ ചെയ്ത് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി വിപിന് പറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരം ആ ഏരിയയിൽ നടക്കുന്ന അവിടെയുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ഏരിയ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഏരിയയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ ജിയോഗ്രഫീനോട് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് മേർജ് ചെയ്ത് നിൽക്കുന്ന പോലത്തുള്ള ക്യാരക്ടേഴ്സൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആക്ച്വലി എസ് പി ബെന്നി ഇതിനകത്ത് പറ്റിയിട്ടുണ്ട്. ഒരു മരണ വീട്ടിൽ സംഭവിക്കുന്ന, ഒബ്വിയസ്ലി നോർമലി ഒരുപാട് ഞാൻ തന്നെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് മരണ വീട്ടിൽ സംഭവിക്കുന്ന പലതരത്തിലുള്ള, അത് വേറൊരു രീതിയിൽ വന്നിട്ടുള്ളൊരു സിനിമയായിരുന്നു ഈമായോ എന്ന് പറയുന്നത്. അവിടെയും മരണ വീട്ടിലുള്ള ബാക്ക് ആൻഡ് കോമഡി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി വന്നിട്ടൊരു സെറ്റാരിക്കൽ ഫോമിൽ കൂടി കൊണ്ടുവരാൻ വേണ്ടി അവരുടെ ആ ഒരു ടീം ഉണ്ടല്ലോ, നമ്മുടെ ജയ ടീമിൻ്റെ ആ ഒരു ഫ്ലേവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഈ സിനിമേനകത്ത് പറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് വന്നിട്ട് മെയിൻ ആയിട്ടുള്ള രണ്ട് ആക്ടേഴ്സ്, ഐ മീൻ എന്താ പറയുക, മെയിൻ ആക്ടേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി സിജു സണ്ണിയും അതുപോലെ തന്നെ ജോമോൻ ജ്യോതിരാണ്. ജോമോൻ ജ്യോതിർ എന്നെ എപ്പോഴും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ്. നന്നായിട്ട് കോമഡി വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന, ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ട ഒരു ആക്ടറാണ് ജോമോൻ ജ്യോതിർ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഈവൻ മരണമാസമായി കഴിഞ്ഞാൽ എനിക്ക് പുള്ളിക്കാരൻ്റെ ആ പോർഷൻ ഭയങ്കര നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വാഴ മുതൽ ഞാൻ എപ്പോഴും വന്നിട്ട് ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യുന്ന ഭയങ്കര കാലിബറുള്ള ഒരു ആക്ടറായിട്ടാണ് എനിക്ക് പേഴ്സണലി ജോമോൻ ജ്യോതിറിനെ ഫീൽ ചെയ്യുന്നത്. സിജു സണ്ണി പുള്ളിയുടെ ആ ഒരു എന്താ പറയുക, പുള്ളിയുടെ സേഫ് സോൺ എന്ന് പറയുന്നത് വന്നിട്ട് ആക്ച്വലി കുറച്ചും കൂടി കോമഡി അല്ലെങ്കിൽ വന്നിട്ട് ഒരു എന്താ പറയുക, ഒരു സോഫ്റ്റ് കോമഡി ലെയറിലോട്ട് പോകുന്നതാണ് ആക്ച്വലി സേഫ് സോൺ തോന്നിയിട്ട്. അത് അങ്ങനെ ഒരു സേഫ് സോണിലേക്ക് തിരിച്ചു വന്നിട്ട് പിന്നെ നമ്മൾ പറയില്ലേ, ഇങ്ങനെയുള്ള സിനിമകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ കയ്യിൽ നിന്നിടാൻ പറ്റാത്ത ആൾക്കാരും അല്ലെങ്കിൽ ഒരുപാടൊന്നും വന്നിട്ട് നമുക്ക് ഒരു സീനിനെ എൻഹാൻസ് ചെയ്യാത്തൊക്കെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ വരുമ്പോൾ സ്ക്രീൻ പ്ലേയിലും അതുപോലെ തന്നെ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന കോമഡി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് ആക്ച്വലി വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്നത്. അനശ്വര രാജൻ വന്നിട്ട് ഭയങ്കര ഈസി ആയിട്ട് ആക്ച്വലി ഒരു ക്യാരക്ടർ കൊണ്ടുവരും. കൈൻഡ് ഓഫ് നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ പോലെ തന്നെ ഒരു ക്യാരക്ടറാണ് അത്. വേറൊരു സെറ്റപ്പിൽ കൊണ്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ. പക്ഷേ പുള്ളിക്കാർ വളരെ നന്നായിട്ട് വളരെ ഗ്രേസ്ഫുള്ളിയും എന്താ പറയുക, ഒരുപാട് ഇമോഷനും അതുപോലെ തന്നെ കുറച്ച് കോമഡിയും ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഇമോഷനും കാര്യങ്ങളൊക്കെ വരേണ്ടത് പുള്ളിക്കാർ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മല്ലിക സുകുമാരൻ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറാണ്. പുള്ളിക്കാരി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കമാൻഡിങ് ആയിട്ടുള്ള ഉണ്ടാവില്ല, അത് വളരെ നന്നായിട്ട് ഞാൻ പറഞ്ഞില്ല, എല്ലാ ആക്ടേഴ്സും ഒരു സ്റ്റാർട്ട് ടു എൻഡ് കൊടുത്തിരിക്കുന്നത് വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു എനിക്ക് ആക്ച്വലി. ഇതിൻ്റെ അകത്ത് ജോമോൻ ജ്യോതിറിൻ്റെ കോമഡി ആയിക്കഴിഞ്ഞാലും സിജു സണ്ണി ആയിക്കഴിഞ്ഞാലും ഈവൻ ബൈജു ആയിക്കഴിഞ്ഞാലും ലൈക്ക് അസീസൊക്കെ ഭയങ്കര സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി. പുള്ളിക്കാരനാണ് ആക്ച്വലി ഈ സിനിമയുടെ ഏറ്റവും പറയില്ല. ഈ സിനിമ ഒരു മരണ വീട്ടിൻ്റെ ബേസിസിൽ വരുന്നതുകൊണ്ട് തന്നെ വെച്ചാൽ അവസാനത്തോട്ട് വരുന്ന സമയത്തേക്ക് ഒബ്വിയസ്ലി ഒരു എന്താ പറയുക, ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് പോയേ പറ്റൂ. അല്ലാതെ ഇറങ്ങിയാൽ ഇത് വന്നിട്ട് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും പറയുന്ന ഒരു സിനിമയല്ല. നമുക്ക് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന, ചിരിച്ച് വരാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അല്ലാതെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഇൻറ്റൻസിഫൈ വേണമായിരുന്നു, നമ്മൾക്ക് വന്നിട്ട് വലിയ രീതിയിലുള്ള വന്നിട്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് സോഷ്യലി ഇറലവൻ്റ് ആയിപ്പോയി അങ്ങനെയുള്ള ടോക്കൊന്നുമില്ല. അതായത് ഇത് എൻഡ് ടു എൻഡ് കോമഡി എന്നുള്ള പെർസ്പെക്റ്റീവിൽ എടുത്തിരിക്കുന്ന സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇത് മരണ വീടായതുകൊണ്ട് ക്ലൈമാക്സിൽ കുറച്ചൊന്ന് ഇൻറ്റൻസിഫൈ ചെയ്യേണ്ടി വന്നു എന്നുള്ള ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഔട്ട് ആൻഡ് ഔട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് പെർസ്പെക്റ്റീവിൽ അത് ഭയങ്കര തിയേറ്ററിൽ നല്ല ചിരി, ജെന്യൂൻ ആയിട്ടുള്ള ചിരി വന്നിട്ടുള്ള പല ഇൻസ്റ്റൻസുകളുണ്ടായിട്ടുള്ള സിനിമയാണ് ആക്ച്വലി വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്തേക്ക് അങ്കിത് മേനോനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നല്ല രസമുള്ള മ്യൂസിക്കാണ് ആക്ച്വലി. നമ്മുടെ ജോമോൻ ജ്യോതിറിൻ്റെ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ സോങ് കുറച്ച് പഴയ രീതിയിൽ പഠിച്ചു വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമാറ്റോഗ്രാഫി റഹീമാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഡിറ്റർ എന്ന് പറഞ്ഞാൽ ജോൺ കുട്ടിയാണ്, വളരെ നന്നായിട്ട് പുള്ളിക്കാരനും ചെയ്തിട്ടുണ്ട്. ചെറിയ സിനിമയാണ്, പെട്ടെന്ന് തന്നെ തീരുന്നത്. എനിക്ക് തോന്നുന്നു 55 മിനിറ്റ്സ് കൊണ്ട് ഫസ്റ്റ് ഹാഫും അതിനുശേഷം അറൗണ്ട് 110 സംതിങ് ആണ് സെക്കൻഡ് ഹാഫ് വരുന്നത്. വളരെ നന്നായിട്ട് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട്, കാരണം ഒരു സ്ഥലത്ത് കടന്ന് കളിക്കുന്നതാണ്. അപ്പോൾ അത്
ഒബ്വിയസ്ലി ഇപ്പോൾ ജാനിമനും ഇതുപോലെ തന്നെയുള്ള ഒരു കോൺസെപ്റ്റാണ് ശരിക്കും. അടുത്തൊരു മരണം നടക്കുന്നു, അവിടെയുള്ളൊരു കോമഡി ഉണ്ടല്ലോ, ആ സെയിം കോൺസെപ്റ്റാണ് ആക്ച്വലി ഇതിൻ്റെ അകത്തും എക്സ്പ്ലോർ ചെയ്തത്. പക്ഷേ ഇത് കുറച്ചും കൂടി റൂട്ടഡ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി എസ് വിപിന് പറ്റിയിട്ടുണ്ട്. അവരുടെ ഒരു ടീം, എന്താ പറയുക, അവരുടെ ഒരു ഏരിയ, എന്നാലും എവിടെയൊക്കെ വന്നിട്ട് സെറ്റാറിക്കലായിട്ട് പറയണോ അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. സ്പെഷ്യൽ മെൻഷൻ ഞാൻ പറയുന്നത് വെച്ചാൽ നോബി ആയി കഴിഞ്ഞാൽ മസീസൊക്കെ, ഇവരൊക്കെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ വന്നിട്ടെന്ന് വെച്ചാൽ ഈ നമ്മുടെ സിജുവും അതുപോലെ തന്നെ ജോമോനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിർത്തണം, എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ വളരെ ഗംഭീരമായിട്ട് ഇവരും ചെയ്തിട്ടുണ്ടായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ ഭയങ്കര രസമുള്ള ഒരു വീക്കെൻഡ് മോഡിലുള്ള ഒരു സിനിമയാണ് ആക്ച്വലി വ്യസനസമേതം ബന്ധുമിത്രാദികൾ. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഒരുപാട് വലിയ എന്താ പറയുക, വലിയ പ്രതീക്ഷകളും അങ്ങനെ ആ ഒരു പെർസ്പെക്റ്റീവിൽ പോകാതെ ഭയങ്കര രസമായിട്ട് അടിച്ചുപൊളിച്ച് കാണാൻ പറ്റുന്ന ഒരു ഫൺ ഫിലിം ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുള്ള, ടെക്നിക്കലി നന്നായിട്ടുള്ള ഒരു എന്താ പറയുക, ആ ഒരു കൺഫ്യൂഷൻ. കോമഡി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോണർ, ആസ് ഓൾവേസ് ഞാൻ പറയുന്ന പോലെ. ഒരു സിനിമ കോമഡിയിൽ വർക്കൗട്ട് ആകുമ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഫീലാണ് ആക്ച്വലി ഒരു കോമഡി സിനിമ വർക്കൗട്ടായി വരുന്ന സമയത്ത്. അത്തരത്തിലുള്ള സിനിമകൾ വളരെ 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 റയറായിട്ടാണ് നമുക്ക് വരുന്നുള്ളൂ. സോ അങ്ങനെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സിനിമ തന്നെയാണ് ആക്ച്വലി വ്യസനസമേതം ബന്ധുമിത്രാദികൾ. സോ ഇപ്പം തന്നെ കുറച്ച് മൗത്ത് പബ്ലിസിറ്റിയുടെ പടം പോകുന്നുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ബുക്ക് മൈ ഷോയിലൊക്കെ. പക്ഷേ എന്താ പറയുക, എനിക്ക് പേഴ്സണലി വളരെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി വ്യസനസമേതം ബന്ധുമിത്രാദികൾ. സോ ഡു വാച്ച് വ്യസനസമേതം ബന്ധുമിത്രാദികൾ ഇൻ യുവർ തിയേറ്റേഴ്സ്.